പച്ചപ്പണിഞ്ഞ പെരിയൊരു കുടജാദ്രിക്കുമേൽ തന്നെയോ നീ അങ്ങൊന്നു നിത്യമമ്മേ തങ്ങുന്നു നിത്യമമ്മേ കുതുകമൊടുകുമാരീപുരം തന്നിലോ താൻ എങ്ങും കാരുണ്യവർഷം ചുരുവതിനുചിരം പാറമേക്കാവിലോ നീ ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ദേവി ഭാഗവതം സപ്തമസ്കന്ധം 30-ാമത്തെ അധ്യായം. ദേവിയുടെ ശക്തിപീഠ വർണ്ണനകളാണ്. ഏതെല്ലാം സ്ഥലത്തിൽ ഏതെല്ലാം നാമത്തിൽ ദേവി ശക്തി സ്വരൂപിണിയായിക്കൊണ്ട് ഇരിക്കണു എന്നതിനെ പറയുകയാണ്. ദേവിയുടെ ഓരോരോ ശരീരഭാഗങ്ങൾ വീണതൊക്കെ അവിടെയൊക്കെ ദേവി പ്രത്യക്ഷമായിട്ടുണ്ട് എന്നുള്ളതിനെ പറഞ്ഞു കേട്ടപ്പോഴാണ് എവിടെ ഏതൊക്കെ നാമത്തിൽ എവിടെയൊക്കെയാണ് ദേവി പ്രത്യക്ഷമായിരിക്കുന്നത് എന്നുള്ളതിനെ ജനമേജയൻ ചോദിക്കുന്നതും അതാണ് ഇവിടെ പറഞ്ഞു വരുന്നതും. കുറേ നാമങ്ങളും സ്ഥലങ്ങളും ഇന്നലെ പറഞ്ഞു. ബാക്കി ഭാഗങ്ങളെ നമുക്കിന്ന് പറഞ്ഞുകൊണ്ടുപോകാം. ശിവകുണ്ഠത്തിൽ ശുഭാനന്ദയായിട്ടും ദേവികാതടത്തിൽ നന്ദിനിയും ദ്വാരവതിയിൽ രുക്മിണിയും വൃന്ദാവനത്തിൽ രാധയും മധുരയിലെ ദേവകിയും പാതാളത്തിൽ പരമേശ്വരിയും ചിത്രകൂടത്തിൽ സീതയും വിന്ധ്യനിൽ വിന്ധ്യാദിവാസിനിയായിട്ടും കരവീരത്തിൽ മഹാലക്ഷ്മിയായിട്ടും വിനായകത്തിൽ ഉമയും വൈദ്യനാഥത്തിൽ ആരോഗ്യയും മഹാകാളത്തിൽ മഹേശ്വരിയും ഉഷ്ണതീർത്ഥങ്ങളിൽ അഭയയും വിന്ധ്യാപർവ്വതത്തിൽ നിദംബയും മാണ്ഡവ്യത്തിൽ മാണ്ഡവിയും മാഹേശ്വരീപുരത്തിൽ സ്വാഹയും ഛഗലണ്ഡത്തിൽ പ്രചണ്ഡയും അമരകണ്ഠത്തിൽ ചണ്ഡികയും സോമേശ്വരത്തിൽ വരാരോഹയും പ്രഭാസത്തിൽ പുഷ്കരാവതിയും സരസ്വതിയിൽ ദേവമാതാവും സമുദ്രത്തിൽ പാരാവരയും മഹാലയത്തിൽ മഹാഭാഗയും പയോഷ്ണിയിൽ പിംഗലേശ്വരിയും കൃതശൗചത്തിലെ സിംഹകയും കാർത്തികയിൽ അതിശങ്കരിയും ഉത്പാലവർത്തകയിലെ ലോലയും ചോണസംഗമത്തിൽ സുഭദ്രയും സിദ്ധവനത്തിലെ മാതാവാജലക്ഷ്മിയും ഭരതാശ്രമത്തിൽ അനങ്കയും ജലന്ധരത്തിൽ വിശ്വമുഖിയും കിഷ്കിന്ധപർവ്വതത്തിൽ താരയും ദേവദാരുവനത്തിൽ പുഷ്ടിയും കാശ്മീരമണ്ഡലത്തിൽ മേധയും ഹിമാദ്രിയിൽ ഭീമാദേവിയും വിശ്വേശ്വരിയായ തുട്ടിയായി കപാലമോചനത്തിലും കാമാവരോഹണത്തിൽ മാതാവായ ശുദ്ധിയും ശംഖോദ്ധാരത്തിൽ ധാരയും പിണ്ഡാരകത്തിൽ ധൃതിയും ചന്ദ്രഭാഗയിൽ കലയും അച്ഛോദത്തിൽ ശിവധാരിണിയും വേണയിൽ ആമൃതയും ബദരിയിൽ ഊർവശിയും ഉത്തരഗുരുവിൽ ഔഷധിയും കുശദ്വീപിൽ കുശോദകയും ഹേമകൂടത്തിൽ മന്മഥയും കുമുദത്തിൽ സത്യവാദിനിയും അശ്വത്ഥവൃക്ഷത്തിൽ വന്ദനീയയും വൈശ്രവണാലയത്തിലെ നിധിയും വേദമുഖത്തിൽ ഗായത്രിയും ശിവസന്നിധിയിൽ പാർവതിയും ദേവലോകത്ത് ഇന്ദ്രാണിയും ബ്രഹ്മവദനങ്ങളിൽ സരസ്വതിയും സൂര്യബിംബത്തിൽ പ്രഭയും സപ്തമാതൃക്കളിൽ വൈഷ്ണവിയും സതികളിൽ അരുന്ധതിയും സ്ത്രീകളിൽ തിലോത്തമയും ചിത്തത്തിൽ ബ്രഹ്മകലയും സർവജീവികളിലും ശക്തിയുമാണ് ഈ ദേവിമാരെ എന്ന് പറഞ്ഞാതാ അതിനെയെല്ലാം ഇവിടെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയണു, ഹേ ജനമേജയ, ഇങ്ങനെ 108 എണ്ണമാണ് സിദ്ധപീഠങ്ങൾ. അവയുടെ എണ്ണവും അവയുടെ അധിഷ്ഠാന ദേവതകൾ ആരെന്നും ഞാനിതാ അങ്ങക്ക് പറഞ്ഞു തന്നു എന്ന് പറയുകയാണ്. അപ്പോൾ 108 സിദ്ധപീഠങ്ങളുണ്ട് എന്നാണ് പറയണത്. അതിൻ്റെ പേരുകളും അവിടെ ദേവി ഏത് നാമത്തിൽ എങ്ങനെ വസിക്കുന്നു എന്നുള്ളതിനെയും എല്ലാം അവിടെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു. സതീദേവിയുടെ അവയവങ്ങൾ വീണ സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ പീഠങ്ങൾ. എതിർച്ചയാ പ്രാധാന്യം ലഭിച്ച വേറെയും പീഠങ്ങൾ ലോകത്തിൽ ഇനിയുമുണ്ട്.
ഈ 108 പീഠങ്ങളെപ്പറ്റി കേൾക്കുന്നവനും സ്മരിക്കുന്നവനും സർവപാപങ്ങളിൽ നിന്നും മുക്തനായി ദേവീലോകം പ്രാപിക്കും. വിധിവണ്ണം ഈ പീഠങ്ങളിലെല്ലാം യാത്ര ചെയ്ത് എത്തി വിധി പോലെ പിതൃതർപ്പണം ശ്രാദ്ധാദികളും ഭഗവതി പൂജയും ഒക്കെ ചെയ്ത് ജഗന്മാതാവായ ജഗദംബയോട് തെറ്റുകൾ പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഹേ ജനമേജയ ഒരുവൻ സ്വയം കൃതകൃത്യനായി തീരും. അങ്ങനെ ഇതെല്ലാം ഈ ദേവാലയങ്ങളെല്ലാം ചെയ്ത് ചെന്ന് ദേവിയെയെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം ബ്രാഹ്മണർക്കെല്ലാം ഭക്ഷണങ്ങളെല്ലാം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുക. അതുപോലെ സുവാസിനികളെയും കുമാരികളെയും വടുകളെയും എല്ലാം അവർക്കെല്ലാം ആഹാരം കൊടുത്ത് അവരെയെല്ലാം തൃപ്തിപ്പെടുത്തുക. ഈ ക്ഷേത്രങ്ങളിൽ കാണുന്ന ചണ്ടാലൻ തുടങ്ങിയവരെ പോലും ദേവീരൂപങ്ങളായിട്ട് കണ്ടുകൊണ്ട് അവരെയെല്ലാം പൂജിക്കണം. ആ ക്ഷേത്രങ്ങളിൽ വെച്ച് പ്രതിഗ്രഹം വാങ്ങുക തുടങ്ങിയവയെല്ലാം ഒഴിവാക്കണം. യഥാശക്തി മന്ത്രപുരശ്ചര്യ ചെയ്തുകൊള്ളണം. ഇതെല്ലാം മായാബീജ മന്ത്രം കൊണ്ട് അതാത് പീഠനിവാസിനിയെ ആയിട്ടുള്ള ദേവിയെ പൂജിക്കണം. ദേവീഭക്തനായ മനുഷ്യൻ പണത്തിൽ പിശുക്ക് കാട്ടരുത്. ഇങ്ങനെ ആരാണോ ദേവീപീഠത്തിലേക്ക് ഭക്തിപൂർവം തീർത്ഥയാത്ര നടത്തുന്നത് അവനും 1000 കൽപ്പം കഴിയും വരെ അത്യന്തം ഉത്തമമായ ബ്രഹ്മലോകത്ത് അവൻ്റെ പിതാക്കന്മാരും സസുഖം വസിക്കുന്ന പറയണത്. ഒടുക്കം അവൻ പരമമായ ജ്ഞാനം നേടി സംസാരമുക്തനായി ദേവീപുരത്തിലെത്തും. 108 നാമങ്ങളുടെ ജപം കൊണ്ട് സിദ്ധന്മാരായി തീർന്ന ഒട്ടേറെ പേരുണ്ട്. ഇതെല്ലാം എഴുതിവെച്ച പുസ്തകമെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഗ്രഹമാരി ഭയാദികളൊന്നും ഉണ്ടാവില്ല. സമുദ്രത്തിലെ വേലിയേറ്റം പോലെ സൗഭാഗ്യം വർദ്ധിച്ചു വരും. 108 നാമങ്ങൾ നിത്യവും ജപിക്കുന്നത് ദേവീഭക്തനായ അവൻ കൃതകൃത്യനായി തീരും എന്നുള്ളത് തീർച്ചയാണ്. ദേവീ സ്വരൂപനാണെന്നുള്ളതിൽ ദേവന്മാർ പോലും നമിക്കും. ദേവന്മാർ പോലും പൂജിക്കുമെങ്കിൽ മനുഷ്യരുടെ കഥ പിന്നെ പറയണോ? ഈ ഉത്തമമായിട്ടുള്ള അഷ്ടശതം നാമങ്ങൾ ശ്രാദ്ധകാലത്ത് ചൊല്ലുന്ന പക്ഷം പിതൃക്കൾക്കൊക്കെ തൃപ്തിയായി തീരുന്നു. എല്ലാവരും പരമഗതി പിതൃക്കൾ പ്രാപിക്കും. സംവിന്മയങ്ങളും അതായത് ചിന്മയങ്ങളും മുക്തിക്ഷേത്രങ്ങളുമായ ഈ സിദ്ധപീഠങ്ങളെ ബുദ്ധിയായിട്ടുള്ള മനുഷ്യൻ ആശ്രയിക്കുക തന്നെ വേണം. മഹേശ്വരിയുടെ രഹസ്യവും അത്യന്ത രഹസ്യമായിട്ടുള്ള ചരിതമെല്ലാം രാജാവേ ഞാൻ അങ്ങ് ചോദിച്ചതനുസരിച്ച് ഇതാ പറഞ്ഞു തന്നു. ഇനി എന്താ അങ്ങക്ക് കേൾക്കാൻ ആഗ്രഹം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവിടെ 30ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വിശേഷിച്ച് കണ്ടത് ആ ദേവിയുടെ 108 ശക്തിപീഠങ്ങളെക്കുറിച്ചാണ്. ശക്തിപീഠങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, എവിടെയൊക്കെയാണ്, ഏതെല്ലാം നാമത്തിൽ അറിയപ്പെടുന്നു, അവിടെ ഏതെല്ലാം നാമത്തിൽ ദേവി വസിക്കുന്നു, ആ ശക്തിപീഠങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്, ആ ശക്തിപീഠങ്ങളെ സ്മരിക്കുക, അവിടെയൊക്കെ